തൊഴിലിടത്തിലെ അമിത ജോലിഭാരമാണ് അന്ന സബാസ് എന്ന എറണാകുളം സ്വദേശിനിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയാണ്. അന്നയുടെ മേലുദ്യോഗസ്ഥനായിരുന്ന മാനേജർക്കെതിരെയാണ് പ്രധാനപ്പെട്ട ആരോപണമുയരുന്നത്. മാനസിക സമ്മർദ്ദവും 18 മണിക്കൂർ നീണ്ട ജോലിഭാരവും ആ ശരീരത്തെ തളർത്തുകയായിരുന്നു. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിക്കെതിരെ അന്നയുടെ സഹപ്രവർത്തകരും പലകുറി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി കേന്ദ്രമന്ത്രി കൂടിയായ നിർമ്മലാ സീതാരാമന് പറയാനുള്ളതാണ്. ആ വാക്കുകളാണ് ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പൂനെയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന അന്ന സബാസിന്റെ മരണത്തിൽ വലിയ വിചിത്രമായ പരാമർശമാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജോലി സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് മന്ത്രിയുടെ ഉപദേശം. குடும்பங்கள்ல சொல்ல வேண்டியது என்ன, நீ எவ்வளவு படிச்சு என்ன ஆனாலும் கூட ஒரு மனசுல நீ அந்த அழுத்தத்தை எடுத்துக்கிறதுக்கான உள் சக்தி உங்ககிட்ட இருக்கணும். அந்த உள் சக்தி உனக்கு வரணும்னா தெய்வீகம் மூலமா தான் வர முடியும். இதன் மூலமா தான் உன் ஆத்ம சக்தி வளரும். ஆத்ம சக்தி வளர வளரத்தான் நீங்க உங்களுக்கு மேல இருக்கக்கூடிய அந்த அழுத்தங்களை தாங்கிறதுக்கான பலம், இன்னர் ஸ்ட்ரென்த் நம்மளுக்கு வரும். ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നിലപാടിനെതിരെ അന്നയുടെ കുടുംബം രംഗത്ത് വന്നു കഴിഞ്ഞു. ഓരോരുത്തരും അവരവരുടെ യുക്തിക്ക് അനുസരിച്ചുള്ള പ്രസ്താവനകൾ ഇങ്ങനെ നടത്തുകയാണെന്ന് അച്ഛൻ പറയുന്നു. എന്നാൽ സ്ത്രീ കൂടിയായ മന്ത്രിയുടെ പ്രതികരണം അന്നയുടെ മരണവുമായി യോജിച്ചു പോകുന്നതേ അല്ല എന്നും കുടുംബം തിരിച്ച് മറുപടിയായി പറയുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും കുടുംബം വ്യക്തമാക്കുന്നു. അല്ല, അത് എല്ലാവർക്കും പ്രസ്താവനകൾ എല്ലാവർക്കും പറയാം. അത് ഓരോരുത്തർ അവരവരുടെ യുക്തിക്കനുസരിച്ച് ഓരോ പ്രസ്താവനകൾ പറയുന്നത്. ചിലർ ആ പ്രസ്താവനകൾ അംഗീകരിക്കുന്ന ചിലരും കാണുമായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്താവന ഞങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന്. അതായത് അവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ചാൽ ചെറുപ്പത്തിലെ മുതൽ അവളുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ 2 പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ തന്നെ. പറ്റിയത് അവർക്ക് ഉറക്കം ഉളച്ചിരുന്നിട്ടുള്ള ജോലി, ഒട്ടും ഉറക്കം കിട്ടാതെയുള്ള ഒരു ജോലിയാണ്. പിന്നെ അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് 2 കാര്യങ്ങളും. പിന്നെ ജോലി സംബന്ധിച്ച സ്ട്രെസ്സ്, പിന്നെ ഓഫീസുകളിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ, ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് അവർക്ക് താങ്ങാൻ പറ്റാതെ വന്നത്. ശ്രീ ജോസഫ് സി മാത്യു, IT വിദഗ്ധൻ, ദീർഘകാലമായി കേരളത്തിന്റെ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഉപദേഷ്ടാവായിരുന്ന ശ്രീ ജോസഫ് സി മാത്യുവും ഒപ്പം IT മേഖലയിലെ പൊതുപ്രവർത്തകനും ഒപ്പം IT ജീവനക്കാരൻ കൂടിയായ എൽദോ ചിറക്കിന് നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഈ ദൈവത്തെ പ്രാപിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, കുറെ കൂടി ആത്മവീര്യം ഉണ്ടാക്കുക, ആത്മധൈര്യം ഉണ്ടാക്കുക എന്നതാണോ ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനൊരു മരണത്തിന് മുന്നിൽ നൽകേണ്ട ഉപദേശം കുട്ടികൾക്ക്? അങ്ങനെ കരുതുന്നുണ്ടോ? വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അന്നയുടെ പിതാവ് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലും ആദ്യത്തെ സംഭവമല്ല. നമ്മള് 1999 എൻ്റെ ഓർമ്മ. 99 അല്ലെങ്കിൽ 2000 ആണ്ടിൽ ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ വാർത്തയായിട്ട് വിവര വിജ്ഞാനത്തിന്റെ ഉദ്യാനത്തിൽ കൊടും ചൂഷണം എന്നുള്ള തലക്കെട്ടോടുകൂടി ദേശാഭിമാനി ലേഖകനായിരുന്ന, ഇപ്പോൾ നമ്മുടെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന വി ജെയിൻ, അദ്ദേഹത്തിന്റെ ബൈലൈൻ വാർത്തയിൽ എഴുതിയ ഒരു വാർത്തയുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ടെക്നോ പാർക്കിലുണ്ടായ സമാനമായ ഒരു മരണം വിവരിച്ചുകൊണ്ടാണ്. അത് ഒരെണ്ണമല്ല, അങ്ങനത്തെ പല മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞത് ഈ പലതും കൊലപാതകം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവങ്ങൾ എന്നാണ് അന്ന് നമ്മൾ പറഞ്ഞത്. കേരളത്തിന് അത്ര സാധാരണമായിരുന്ന കാര്യമല്ല. അതിനുശേഷം നമ്മൾ IT രംഗം എന്ന് മാത്രം പറയുന്നതും നമ്മൾ അങ്ങ് ചെറുതാക്കി കാണിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബാങ്കുകളുടെ പുതിയ ബാങ്കിങ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ബാങ്കുകളിൽ വന്ന മിതമായ ജോലിഭാരം, അതിന്റെ ഫലമായിട്ടുള്ള മരണങ്ങളും ആത്മഹത്യകളും, ഈ പല തൊഴിൽ രംഗങ്ങളിലും അത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് നോക്കുമ്പോ ഈ എല്ലാവരെയും ബാധിക്കുന്നില്ലല്ലോ. ഇത് കുറച്ചു പേർക്ക് മാത്രം താങ്ങാതെ വരുന്നത് അവരുടെ പ്രശ്നമല്ലേ, അവരുടെ വീടുകളിലെ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കുക എന്നുള്ളത് ഇതിനെ വളരെ ലളിതവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇപ്പോൾ ഒരു കാര്യം കൂടി ഇവർക്ക് എല്ലാവർക്കും തുടർന്നോളൂ. കൂടി ഇപ്പോൾ VS സർക്കാരിന്റെ കാലത്ത് അങ്ങ് IT ഉപദേഷ്ടാവായിരുന്നു. ആ കാലത്ത് വലിയ സമരമുണ്ടായിരുന്നു നഴ്സുമാരുടെ വിഷയത്തിലൊക്കെ അന്ന് VS വളരെ സജീവമായി ഇടപെട്ടു. പല തൊഴിൽ മേഖലകളിലും ഇത്തരം വലിയ ചൂഷണം മണിക്കൂറിന്റെ കണക്കില്ല. അവരിങ്ങനെ മാറി 18-19 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന പല മേഖലയിലെയും പ്രശ്നങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ പ്രത്യേക പരിരക്ഷയുണ്ടോ ഈ IT മേഖലയിൽ? കാരണം പ്രത്യേക സാമ്പത്തിക മേഖല, പ്രത്യേക സോൺ, അവിടെയൊന്നും ഈ നിയമമൊന്നും ബാധകമല്ല. തൊഴിലാളി സംഘടന വന്നാൽ അവിടെ ഈ കമ്പനിയൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് തൊഴിൽ സംഘടനകളൊക്കെ പുറത്ത് എന്ന നിലയിൽ കമ്പനി തന്നെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങളെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഈ മരണം പോലും അത്തരം ചില സംശയങ്ങളിലേക്കും അത്തരം വസ്തുതകളിലേക്കുമൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. കമ്പനിയാണോ ഒരു ജീവനക്കാരിയുടെ അവകാശങ്ങൾ നിശ്ചയിക്കുക, ജോലി ചെയ്യേണ്ട സമയം നിശ്ചയിക്കുക എന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്നുണ്ടോ? രതീഷ്, ഇത് ഞാൻ ടെക്നോ പാർക്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ ഞാൻ അവിടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുമാണ്, ഇപ്പോഴും ജോലി ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ഞാൻ VS സർക്കാരിന്റെ ഭാഗമായിട്ടൊന്ന് IT അഡ്വൈസർ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ടെക്നോ പാർക്കിലെ ഉൾപ്പെടെ പിരിച്ചുവിടലുകളുടെയും തൊഴിൽ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ VS മുഖ്യമന്ത്രിയായിട്ട് മീറ്റിംഗ് വിളിച്ച് ഈ കമ്പനികളെ കൊണ്ടുവരുമ്പോൾ അന്ന് എന്നോട് പലരും പറഞ്ഞൊരു കാര്യം, ഇത് നിന്റെ തന്നെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് നീ ചെയ്യുന്നതെന്ന് എന്താണ് മനസ്സിലാക്കാത്തതെന്നാണ് നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ താല്പര്യ സംരക്ഷണത്തിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു രംഗത്താണ് എന്നെ പാർട്ടിയോ VS ഏർപ്പെടുത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. ഞാൻ പറയാൻ വന്ന അന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഈ തൊഴിൽ സമ്മർദ്ദം, ഇതുപോലെ ഉണ്ടായ മരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. ഇതുപോലെ ഉണ്ടാകുന്ന അസാധാരണം എന്ന് പറയാവുന്ന മരണങ്ങൾ ഉൾപ്പെടെ കുറിച്ച് ഉള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർമാരും കൂടി അടങ്ങുന്ന ഒരു സംഘത്തെ സർക്കാർ നിയോഗിക്കുകയും അവരുടെ പഠന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ തൊഴിൽ രംഗത്ത് വേണ്ടുന്ന മാറ്റം വരുത്തുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അധികം താമസിക്കാതെ എനിക്ക് എന്റെ പണി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ പുതിയ വ്യവസായ രംഗത്തെ പാർട്ടിക്കെതിരായിട്ട് മാറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നൊരു കുറ്റവും ചാർത്തപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ഞാൻ പഴങ്കഥയൊന്നും പറയാനല്ല. ഞാൻ പറയുന്നത് പോലെ ഞാനും ആ രംഗത്ത് പ്രവർത്തിക്കുകയും ഒരു സ്ഥാപനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ആരെങ്കിലും ഒരാൾ വില്ലൻ സ്ഥാനത്തുണ്ടെന്ന് പറയാനല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ പുതിയ സാഹചര്യത്തില് ഇങ്ങനെ ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നുള്ളതും അതിന്റെ ഫലമായിട്ട് മരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും കഴിഞ്ഞ ഒരു 25 വർഷമെങ്കിലുമായിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മളതുകൊണ്ടൊരു മരണം ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു പോകുന്നതുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത്. അതിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സ്വിഗ്ഗി മറ്റ് ഗിഗ് വർക്കേഴ്സിന്റെ ഒരു ബില്ല് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബില്ല് ഇപ്പൊ നിയമമാകാൻ പോവുകയാണ്. കർണാടക സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൽ പോലും അവിടെ ഒരു കോൺട്രാക്ട് വേണമെന്ന്, ആ പിരിച്ചു വിടുമ്പോൾ 14 ദിവസത്തെ നോട്ടീസ് വേണം, അവരുടെ മോണിറ്ററിങ്ങിന്റെ കാര്യങ്ങൾ തൊഴിലാളികൾക്കും കൂടി മനസ്സിലാക്കാനുള്ള അവസരം വേണമെന്നും പറഞ്ഞിരിക്കുകയെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ കരടിൽ നിന്ന് അത് എടുത്തു മാറ്റുന്നത് എന്തിനാണ്? അത് മാറ്റി അതില്ലാത്ത ഒരു നിയമം പാസാക്കി വെറുതെ ഇവർക്ക് സെസ്സും ഒരു ക്ഷേമനിധിയും ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഈ തൊഴിലാളി വർഗ പാർട്ടികളുടെ ഉത്തരവാദിത്വം തീർന്നു. ഇവരെ ഇടപെടേണ്ട സമയത്ത് ഇടപെടുന്നില്ല. മൊത്തത്തിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ വരുത്തേണ്ട മാറ്റമുണ്ട്. അതൊന്ന്. രണ്ടാമത്, എനിക്ക് സമയമുണ്ടോന്ന് അറിയില്ല, ഞാൻ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഒരു കൂടുതൽ ദോഷകരമായിട്ടുള്ള ഒരു മാറ്റം ഈ രംഗത്തുണ്ട്. നമ്മൾ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പേര് ഐസൊലേറ്റഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ ടീം മെമ്പർക്ക് ചിലപ്പോൾ അവരുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പൊ ഈ അന്ന എന്ന് പറയുന്ന വളരെ ചെറിയ കുട്ടിക്ക്, എന്റെ മകളാകാൻ പ്രായമുള്ള കുട്ടിക്കാണ് ഈ പ്രഷർ ഉണ്ടായത്. മറ്റു ചിലര് നമ്മൾ കാണാത്ത ഒരുപാട് പുറംപണികൾ വീട്ടിലും ചെയ്യേണ്ടി വരുന്ന, വീട്ടിലെ ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കുകയും അവരുടെ അവർ ഇമോഷണലി വീക്ക് ആയിരിക്കുന്ന സമയത്ത് അവർക്കൊരു കൈത്താങ് കൊടുക്കാവുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാവുന്ന ടീം ബന്ധങ്ങൾ പോലും ഇല്ലാത്ത തരത്തിൽ ഇത് മാറുന്നു എന്നുള്ളത് ഒരു വിഷയം. അത് പുതുതായി വന്ന ഒരു വിഷയമാണ്. ഈ പല കമ്പനികൾക്കും അതറിയാം. അതുപോലെ തന്നെ ഇപ്പൊ എടുക്കുന്ന മിക്കവാറും മുതിർന്ന കമ്പനികൾ, മേജർ കമ്പനികൾ, ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പൊ പറഞ്ഞ കമ്പനി ഉൾപ്പെടെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ ലാറ്ററൽ എൻട്രൻസിനെ എടുക്കുക, ജൂനിയേഴ്സ് ആയിട്ടുള്ളവരെ വളരെ തിൻ ലെയർ എടുക്കുക.
അപ്പൊ പലരും ഈ മറ്റവരെ പണി ഏൽപ്പിക്കുന്നത് ഈ താഴെയുള്ളവരെ ചെയ്തിട്ട് വരാനുള്ള ഉത്തരവാദിത്വം മറ്റവരുടെ മേളിലായിരിക്കുമ്പോൾ തന്നെ ഇവരെ കൊണ്ട് കൂടുതൽ അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് എടുപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇൻഡസ്ട്രിയിൽ നടക്കുന്നതാണ്. അങ്ങനെ ഗ്രൗണ്ട് വർക്ക് എടുത്ത ആൾക്കാർ ഇത് പഠിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതിനെടുക്കാവുന്ന ഒരു ലോഡുണ്ട്. ഇല്ല, ഫ്ലെക്സിബിൾ ടൈം ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് 6 മാസം കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന അപ്രൈസിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മളിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ചേർന്നാണ് ഇതിലുള്ളത്. അപ്പൊ ഇത് ഇടപെടുത്തി എത്ര പേരെ ജോലിക്ക് എടുക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനെ എടുക്കുമ്പോൾ 1:1 എന്നുള്ള എടുക്കാൻ പാടില്ല. അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പോലെ സമയത്തിന്റെ പരിമിതിയുടെ പ്രശ്നമുണ്ട് എങ്കിലും അങ്ങ് പറയട്ടെ. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വേണമല്ലോ ഇതേക്കുറിച്ച് പറയാൻ. മാറിയ തൊഴിൽ സങ്കല്പങ്ങളെ കുറിച്ച് നമ്മുടെ ട്രേഡ് യൂണിയനുകൾക്കും സർക്കാരിനും മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് അന്ന പോലെയുള്ള മരണങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് അങ്ങ് പറഞ്ഞതിന്റെ ആകത്തുക. അതേസമയം തന്നെ ഈ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ മാറ്റങ്ങൾ അതേക്കുറിച്ച് ബോധവാന്മാരെ അല്ല എന്ന് വരുന്നിടത്ത് വലിയ പ്രശ്നവുമുണ്ട്. ശ്രീ എൽദോ ചിറക്കൽ, താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ മേഖലയിൽ സാമൂഹിക പ്രവർത്തന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതിനോട് ചേർത്ത് അനയുടെ മരണവുമായും ഒപ്പം കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നേ പഠിച്ചിട്ട് വരൂ, അല്പം ആത്മധൈര്യമായി വരൂ. അങ്ങനെ ആത്മധൈര്യമായി വന്ന് അതിർത്തിയിൽ യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ ഈ ജോലിക്ക് വരുന്നത്. എന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണോ? ഞാൻ ആദ്യം പറയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യയിൽ ഇവിടെ ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ഉണ്ട്. വർക്ക് സ്ട്രെസ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരാമർശത്തോടെ എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഒരു വിഭാഗമാണ് പ്രൊഫഷണൽസ്. ഈ പ്രൊഫഷണൽസ് ഞങ്ങളുടെ ടാക്സ് വേണ്ട എന്ന് വെച്ചിട്ട് മന്ത്രി പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ ഖജനാവ് നിറയോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓരോ കാര്യവും അതിന്റെ രീതിയിൽ, ആ ഒരു രീതിയിൽ കാണണം, ആ ഒരു സീരിയസ്നെസ്സോടുകൂടി കാണണം. രണ്ടാമത്തെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വീട്ടിൽ നിന്ന് പഠിക്കണം, സ്ട്രെസ് മാനേജ്മെന്റ്. ഇവിടെ ഇപ്പൊ ഗുരുകുല സമ്പ്രദായത്തിലൊന്നുമല്ല നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഒരു 30 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ, പ്രത്യേകിച്ച് ജെൻസി എന്നൊരു പുതിയ വിഭാഗം ഇവിടെയുണ്ട്, അവർക്ക് ഈ മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പഠന വിഷയമാക്കണം. തീർച്ചയായിട്ടും പഠന വിഷയമാക്കണം. അതിന് നമുക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്ക് ഇവിടെ പോളിസീസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചോ അങ്ങനെയുള്ള മറ്റു രീതിയിൽ കൂടി അല്ല തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. മറിച്ച് സിസ്റ്റം ഇവിടെ ആക്ട് ചെയ്യണം. നമ്മുടെ ഒരു അത്ഭുത രോഗശാന്തി അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇത്രയും കാലം ഈ സ്ട്രെസ് അനുഭവിച്ച് ജോലി ചെയ്യേണ്ടി വന്നു, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചില സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരും. അതിന് സമാനമായ ചോദ്യമാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ചോദിക്കുന്നത്. ഏണസ്റ്റ് ആൻഡ് ഇന്ത്യ എന്ന കമ്പനി, അവർ പറയുന്നത് വലിയ പുരോഗമനപരമായി ഈ കാലത്തിന്റെ ഡയലോഗൊക്കെ ആണെങ്കിലും ആ കമ്പനി ഇതുവരെ അനങ്ങിയിട്ടില്ല. അവർക്കെതിരെ ഒന്നും പറയാൻ ആരെയും കാണുന്നു പോലുമില്ല. ഈ വീട്ടുകാരിങ്ങനെ പറയുന്നതുകൊണ്ടാണ്, അവരുടെ മാനസികമായ സമ്മർദ്ദത്തിനിടയിലും അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം സജീവമായി നിൽക്കുന്നത്. മറ്റാരാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഇടപെടാൻ മുന്നോട്ട് വരുന്നത്? ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? പക്ഷേ ഈ ഉപദേശത്തിനപ്പുറം ഇടപെടൽ വേണ്ടേ? എന്തുകൊണ്ട് അങ്ങനെ ഇടപെടൽ? ഇതൊരു ഇരുമ്പ് മറയ്ക്കുള്ള ഉള്ളിലുള്ള എന്തെങ്കിലുമാണ്. ഈ IT കമ്പനികൾ, വിദേശ ബന്ധമുള്ള കമ്പനികൾ, അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന കമ്പനികൾ, വർക്ക് അറ്റ് ഹോം രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഇതിനൊരു തൊഴിൽ നിയമം ബാധകമല്ലേ? തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഞാനൊരു വാക്ക് മറുപടി. നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പ്രതികരിക്കണമെന്നില്ല. അതിനാണ് നമ്മുടെ ഒരു സിസ്റ്റം ഇവിടെയുള്ളത്. നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഇപ്പോ നമ്മളുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. നമുക്കറിയാം അവിടെ എത്രയേറെ പ്രശ്നങ്ങളുണ്ടെന്ന്. എത്ര പേർക്ക് പ്രതികരിക്കാൻ സാധിച്ചു? അതുപോലെ തന്നെയാണ് ജോലിയുടെ കാര്യം എടുക്കുമ്പോഴും നമുക്ക് പലരെയും നമ്മൾ അറിയാതെ പേടിക്കും. കാരണം പല രീതിയിലായിരിക്കും. ഇപ്പൊ ജോലി ചെയ്യുന്നവർക്ക് ലോൺ എടുത്ത് അത് അടയ്ക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അതല്ലാതെ ജോലി ചെയ്യുന്നതിന് വേണ്ടി അല്ല ജീവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരിക്കണമെന്ന വാശിക്കപ്പുറം ഈ ഒരു സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം, എല്ലാ MNCs പ്രത്യേകിച്ച് ബിഗ് 4 വരുന്ന MNCs അവിടെ എല്ലാം പോളിസീസ് ഉണ്ട്. പിന്നെ അത് എന്തുകൊണ്ട് അത് ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പോളിസീസ് ഒന്നും ഇല്ലാത്ത കമ്പനികളല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന
കമ്പനികൾ, ഈ വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് MNCs, അതിപ്പോ സാറിനും അറിയാം. പക്ഷെ അവിടെ ഒരു മാറ്റം വേണമെങ്കിൽ ഇതാണ് ഒരു യഥാർത്ഥ സമയം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അന്നയുടെ മാതാപിതാക്കൾ ഓരോ സമയമെടുക്കുന്ന ആ ഒരു അഭിപ്രായങ്ങൾ, അവരുടെ സ്റ്റാൻഡും വളരെ അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്ന പ്രൊഫഷണൽസ് അവരുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയേറെ മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പനികളിൽ നിന്ന് തന്നെയുള്ള ഉദ്യോഗസ്ഥർ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ നമ്മൾ ഈ ഒരു സമയം മീഡിയ അതിന്റെ രീതിയിൽ അഡ്രസ് ചെയ്യണം. ഗവൺമെന്റ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കേണ്ടത് ഇവിടെ മാനസിക സമ്മർദ്ദത്തിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ, ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് അത് സാധ്യമാണോ, കൂടുതൽ സമയം ഇവിടെ ജോലി ചെയ്യിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ്, അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇതിനെല്ലാത്തിനും ഒരു 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 പഠനം നടത്തി, ഈ അന്വേഷണത്തിലൂടെ ഒരു പഠനം നടത്തി ഗവൺമെന്റ് പോളിസീസിലൂടെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഏത് കമ്പനിയാണെങ്കിലും, ഞാൻ ഒരു കമ്പനിയെ മുൻനിർത്തി പറയുന്നില്ല, ഏത് കമ്പനിയാണെങ്കിലും അവർ ഇതിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ ഇവിടെ പ്രതികരിക്കേണ്ടത് ഗവൺമെന്റും സിസ്റ്റവുമാണ്. അത് ഈ സമയത്ത് ആക്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ ഇതിനോട് എടുത്തു പറയാം. അന്നയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കമ്പനിക്കെതിരെ ഒരു അന്വേഷണത്തിനപ്പുറം ഈ ഇതിന് കാരണമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പത്രങ്ങളിലൂടെ അറിയാം. രണ്ടാമത് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതെങ്ങനെ ഈ ലെറ്റർ പുറത്തായി, അവരുടെ ഭാഗത്തു നിന്നോ അവരുമായി ബന്ധപ്പെട്ട ആളുകളിലൂടെ അല്ല എന്നും അവർ പറയുന്നുണ്ട്. എന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് പുറത്തായിട്ടുള്ളതെന്നും അങ്ങനെ അവിടെ ആരൊക്കെയോ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ആരൊക്കെ ആയിരിക്കാം അതിന് കാരണമെന്നും എല്ലാം പറയുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ശരി, വലിയ ഗൗരവതരമായ കാര്യമാണ്. അക്കാര്യത്തിൽ എന്ത് ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന ചോദ്യം. നന്ദി ശ്രീ എൽദോ ചിറയ്ക്കൽ, ഇത്രയും കാര്യങ്ങൾ താങ്കളുടെ മേഖലയായതുകൊണ്ട് ഇത്രയും ആഴത്തിൽ അക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിന്. ഒരു പ്രതികരണത്തിന് ശേഷം വീണ്ടും വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണമാണ് നമുക്ക് മുന്നിലുള്ള. സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു പ്രതികരണം ഇപ്പോൾ ഉള്ളത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പ്രസ്താവന, അതിനെതിരെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. സാമ്പത്തിക ലാഭം മാത്രം മുൻപിൽ കാണുന്ന ഡ്രാക്കുളകളാണ് EY പോലെയുള്ള കമ്പനികൾ. ഡ്രാക്കുളയുടെ സംരക്ഷകരായി നിർമ്മലാ സീതാരാമൻ മാറിയിരിക്കുന്നുവെന്നും മന്ത്രി പറയുന്നു. ജോലി സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്നയുടെ വീട്ടിലെത്തിയതിന് ശേഷമായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. അടിമത്തത്തിൻ്റെ കാലത്ത് ആളുകളെ തൊഴിൽ ചെയ്യിക്കുന്നതിനേക്കാൾ ഭയാനകമാകുന്ന നിലയിലേക്ക് തൊഴിൽ ചെയ്യിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളകളായി ഇത്തരം IT കമ്പനികൾ മാറിയിരിക്കുകയാണ്. ആ ഡ്രാക്കുളകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പ്രസ്താവന ഡ്രാക്കുളയുടെ സംരക്ഷകയായി നിർമ്മലാ സീതാരാമൻ മാറുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു, അവസാനമായി ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് എപ്പോഴും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ രാഷ്ട്രീയ മറുപടികൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മളെപ്പോഴും കാണാറുമുണ്ട്. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എന്താണ് ചെയ്യാൻ കഴിയുക? അവസാനമായി ഒന്ന് ചുരുക്കി എന്ത് ചെയ്യാൻ കഴിയും? എന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ സാധ്യമാകാതെ ഇതൊരു മറ്റൊരു മേഖലയായി, ഈ തൊഴിലാളി സംഘടനകൾക്ക് പോലും കാര്യമായി പ്രാപ്യമല്ലാത്തൊരു മേഖലയായി മാറി നിൽക്കുന്നത്? രതീഷ്, ഇതില് ആത്മാർത്ഥത ഇല്ലാതെ അന്നേരത്തെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തുന്ന പ്രസ്താവനകള് കൊണ്ടൊന്നും ഇതിൽ കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. സത്യത്തില് ഇപ്പം നേരത്തെ അന്നയുടെ പിതാവിന്റെയും എന്റെയും ഒക്കെ സമപ്രായക്കാരനായിരുന്ന വ്യക്തിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച 2000 ലേഖനത്തിൽ പ്രതിപാദിക്കപ്പെട്ട വ്യക്തി. ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് നന്നായി അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പേരും എല്ലാം അറിയാവുന്ന ആളാണ്. എനിക്ക് ആ സ്ഥാപനത്തെ നന്നായിട്ട് അറിയാം. ഞാൻ ആ സ്ഥാപനത്തിൽ 6 വർഷം ജോലി ചെയ്ത ആളാണ്. അപ്പൊ ഇത് ഡ്രാക്കുളകൾ എന്ന് പറഞ്ഞാല് IT കമ്പനികൾ ഡ്രാക്കുളകളാണെന്ന് പറഞ്ഞാൽ ഞാനും വീണ വിജയനും ഒക്കെ ചെയ്യുന്നത് ഇതേ പണി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഏൺസ്റ്റ് ആൻഡ് യങ് സംസ്ഥാനത്തിന്റെ പോളിസി മേക്കിങ്ങിൽ EY-യുടെ റോൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഈ വെറുതെ ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് നടത്താതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അന്ന് ഈ വിഷയം ഉണ്ടായി. VS-നെ വിളിച്ചുകൊണ്ട് ടെക്നോ പാർക്കിൽ ചെന്നപ്പോഴും ഒരാൾ അതിനെതിരെ പരാതിപ്പെടാൻ തയ്യാറല്ല. അവർക്ക് സംസാരിക്കാൻ പേടിയാണ്. നമ്മളോട് രഹസ്യമായി പറയുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ഈ കിട്ടുന്ന ജോലിയും അതിന്റെ ബാക്കി കാര്യങ്ങളും വേണം. അത് മനുഷ്യ സഹജമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് ഇപ്പം കമ്പനിയോട് നിങ്ങൾ അന്വേഷിച്ചാൽ അന്ന ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച്
അവര് ഉറക്കമില്ലായ്മയെ കുറിച്ച് അതൊക്കെ അവരവിടെ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാം 20 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുക, 25 വർഷം ജോലി ചെയ്യുകയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാ പിന്നെ എന്നുള്ളൊരു ചോദ്യത്തിലൂടെ ലീഗൽ സാധനങ്ങളെയൊക്കെ മറികടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും അഡ്രസ് ചെയ്യാവുന്നതല്ല ഈ വിഷയം. ശരി, താങ്കൾ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഈ ഒരു വാദത്തിന് പ്രതിവാദമായി അങ്ങനെ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ടോ പ്രസ്താവനകളുണ്ടോ പരിഹരിക്കാൻ കഴിയുന്നൊന്നല്ല. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടാത്തതിന് പല കാരണങ്ങളുണ്ടോ? പോളിസി മേക്കിങ്ങിലടക്കം ഇവർക്കൊക്കെ വലിയ സ്വാധീനമുണ്ടോ? ഇതിൻ്റെ വിഷയമുണ്ടാകുമ്പോൾ കേന്ദ്രമന്ത്രി അടക്കം ഉപദേശവുമായി രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ട സാഹചര്യമുണ്ട് എന്നത് ആ അനിവാര്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.